നാം ദൈവത്തെ സേവിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, വെല്ലുവിളിയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വിഷമവും ഒക്കെ വന്നേക്കാം. പക്ഷേ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ പ്രതിഫലത്തിന് വിലയിടാൻ പറ്റില്ല. സ്വസ്ഥമായിരിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. We have only one life. Make it count for Jesus. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞു തീർക്കാനുള്ളതാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയെ ഡിഫൈൻ ചെയ്യുക? എന്താണ് യേശു ഞാൻ വരുന്നത് വരെ വ്യാപാരം നടത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ആൻഡ് വാട്ട് ഡിഡ് ജീസസ് സേ അബൌട്ട് അവർ റെസ്പോൺസിബിലിറ്റി? നമ്മുടെ ഉത്തരവാദിത്തത്തെപ്പറ്റി എന്താണ് യേശു പഠിപ്പിച്ചത്? എങ്ങനെയാണ് നമ്മൾ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയെ ഡിഫൈൻ ചെയ്യുന്നത്? ഹൗ ഡു യു ഡിഫൈൻ ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്? എങ്ങനെയാ? കർത്താവിൽ സ്നേഹിക്കുന്ന പല ഫെമിലിയർ ഫേസസ് എനിക്കുണ്ട്. അവരോർക്കും പാസ്റ്റർ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുവാണ്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിന്തിക്കുകയും സ്വയം വിശകലനം ചെയ്തുകൊണ്ട്, മുമ്പേ ആൻറ്റി പ്രാർത്ഥിച്ചപ്പോൾ ഓരോരുത്തർക്കും അടങ്ങിയിരിക്കുന്ന സന്ദേശം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എവിടെയാണ് വചനത്തിൽ നമ്മെ ഓരോരുത്തരെയും സ്പർശിക്കുന്നത്? എല്ലാവർക്കും ഉള്ളതുണ്ട്. അതുകൊണ്ട് എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ ഇത് കേൾക്കുകയും വീക്ഷിക്കുകയും വേണം. ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈബിളിൽ ബി ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെല്ലാമാ? മിക്കപ്പോഴും കമ്മിറ്റഡ്, സമർപ്പിക്കപ്പെട്ട്, ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട്, സത്യമായിട്ടും ദൈവത്തെ പിൻപറ്റുക. പിന്നെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഡെഫിനിഷൻ? ഫെയ്ത്ത്ഫുൾ ആകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മുഴുവനുമായിട്ടും ആശ്രയിക്കുക. ഇപ്രകാരമൊക്കെ ഉള്ള ഡെഫിനിഷൻസ് നമ്മുടെ മൈൻഡിൽ വരും. ഫെയ്ത്ത്ഫുൾ എന്ന് പറയുമ്പോൾ ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണമെന്ന് എപ്പോഴും എല്ലാവരും പറയുന്നത്, ബി ഫെയ്ത്ത്ഫുൾ, ദൈവത്തോട് വിശ്വസ്തത പുലർത്തണമെന്ന്. പക്ഷെ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഓടി വരുമെങ്കിൽ, വിശ്വസ്തത, ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് മറ്റൊരു ഡെഫിനിഷൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് കൊണ്ടുവരാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുക. അത് അവസാനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സന്ദേശത്തിലൂടെ കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. The Gospel of Luke, chapter 19, verses 11 through 27. നമ്മൾ വായിക്കണ്ട, കാരണം എനിക്ക് വേഗത്തിൽ പറഞ്ഞു പോകണം. അത്യാവശ്യത്തിന് വായിക്കേണ്ടത് മാത്രം ഞാൻ വായിക്കാൻ പറയുമ്പോൾ ഒന്ന് വായിച്ച് സഹായിക്കണം. ലൂക്കോസ് 19-ന്റെ 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെന്ന് പറഞ്ഞാൽ, ദ പാരബിൾ ഓഫ് ദ മൈനാസ്, റാത്തലുകളുടെ ഉപമ. ഈ ഒരു ഉപമ മാത്രമേ ഉള്ളൂ ചരിത്രപരമായി ഒരു യഥാർത്ഥ സംഭവത്തെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് ഒരു ഉപമയായിട്ട് പറയുന്നത്. പെട്ടെന്ന് ഒരു 1-2 മിനിറ്റിനുള്ളിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. യേശുവിൻ്റെ ആ സമയത്തിനൊരു 30 വർഷം മുമ്പേ നടന്ന ഒരു സംഭവം നമുക്കറിയാം. ഹെരോദ് രാജാവ് 4 BC-യിലാണ് മരിക്കുന്നത്. യേശു ജനിക്കുന്നത് 5 അല്ലെങ്കിൽ 6 BC-യിൽ. അപ്പോൾ ഹെരോദ് രാജാവ് മരണസമയമായപ്പോഴേക്കും നമുക്കറിയാം, ഭയങ്കര ക്രൂരനായിട്ടുള്ള രാജാവ് തൻ്റെ 3 ആൺമക്കളെ താൻ കൊല്ലിച്ചു. തൻ്റെ വിൽപത്രം 6 തവണ തിരുത്തി എഴുതി. കാരണം താൻ ഭയങ്കര അധികാരമോഹിയായിരുന്നു. തൻ്റെ ആ മരണത്തിൻ്റെയൊക്കെ അടുത്ത സമയമായപ്പോഴേക്കും താൻ ഓൾറെഡി എല്ലാം എഴുതി വെച്ചു. തൻ്റെ 3 മക്കളായിട്ടുള്ള ഫിലിപ്പ്, അന്റിപ്പാസ്, അർക്കലോസ്, ഇവർക്കായിരിക്കും തൻ്റെ ആ സാമ്രാജ്യത്തെ ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിനുള്ള അപ്രൂവൽ കൊടുക്കേണ്ടത് അഗസ്റ്റസ് ചക്രവർത്തിയാണ്.
അങ്ങനെ താൻ ആ ഒരു രീതിയിൽ തൻ്റെ ആ ഒരു ബില്ലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ മരണമെല്ലാം കഴിഞ്ഞു. എന്നിട്ട് അർക്കലോസിനാണ് യഹൂദിയം ശമരിയ എന്ന് പറയുന്ന സ്ഥലമെല്ലാം അലോട്ട് ചെയ്യപ്പെട്ടത്. അർക്കലോസ് ഗോട്ട് ദറ്റ് പ്ലേസ്. അപ്പം അർക്കലോസിൻ്റെ അടുക്കൽ ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു, യഹൂദിയം ശമരിയയും നിന്റെ അപ്പൻ നിനക്കല്ലേ തന്നിരിക്കുന്നത്, അതുകൊണ്ട് നീ അത് ഏറ്റെടുത്ത് ഞങ്ങളുടെ മേൽ രാജാവായിട്ട് ഭരിക്കണം. അപ്പം അർക്കലോസിന് അറിയായിരുന്നു ഇതിനെ അപ്രൂവൽ കൊടുക്കേണ്ടത് സീസർ അഗസ്റ്റസ് ആണ്, ചക്രവർത്തിയായ സീസർ അഗസ്റ്റസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ ഇല്ല എങ്കിൽ രാജാവായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തു ചെയ്തു, താൻ റോമിലേക്ക് പോയി. പക്ഷെ പോകുമ്പോൾ ആ തൻ്റെ ആബ്സെൻസിൽ, താൻ അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള കുറച്ചു പേരെ ഈ ദേശത്തിൻ്റെ ചുമതലകളിൽ ഏൽപ്പിച്ചിട്ട് താൻ പോവുകയാണ്. താൻ പോയതിൻ്റെ തൊട്ട് പുറകെ 50 പേരടങ്ങുന്ന യഹൂദന്മാരുടെ ഗ്രൂപ്പും സീസറിനെ കാണാൻ വേണ്ടി പോയി. എന്തിനാണ്? അവിടെ ചെന്നിട്ട് അവരോട് സീസറിനോട് പറയുവാൻ, ഇദ്ദേഹത്തെ ഞങ്ങളുടെ മേൽ രാജാവായി വാഴിക്കല്ലേ. ഈ ഉപമ വായിച്ചിട്ടുള്ളവർക്കറിയാം ഞാൻ ഈ പറഞ്ഞു വരുന്ന എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ അവിടെ റോമിൽ ചെന്നപ്പോൾ ആ 50 പേരുടെ കൂടെ ഒരു 10,000 പേരൂടെ യഹൂദന്മാർ കൂടിയിട്ട് ഒരുമിച്ച് ബഹളം വെച്ചിട്ട് പറഞ്ഞു, സീസറിനോട് പറഞ്ഞു, ഈ അർക്കലോസിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന്. പക്ഷേ അപ്പോൾ സീസർ ചെയ്തത് അർക്കലോസിനോട് പറഞ്ഞു, നിന്നെ ഒരു ഭരണാധികാരി, എത്തനാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാം, പ്രൈം മിനിസ്റ്റർ ആക്കത്തില്ല. നീ നല്ല രീതിയിൽ ഭരണം നടത്തിയാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ നിന്നെ രാജാവായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ താൻ തിരിച്ചു വന്നു 4 BC മുതൽ 6 AD വരെ 10 വർഷമേ ഭരിച്ചുള്ളൂ. ആ ഭരണം കൊണ്ട് തന്നെ ഭയങ്കര മോശമായിട്ടുള്ളൊരു ഭരണം എന്ന് തെളിഞ്ഞതും കൊണ്ട് തന്നെ ഗൗൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് തന്നെ അങ്ങ് പ്രവാസത്തിലേക്ക് അയച്ചു. പക്ഷെ താൻ ആ തിരിച്ചു വന്ന സമയത്ത് താൻ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് പേരെ ഏൽപ്പിച്ചു പോയവരെ തിരിച്ചു വന്ന ശേഷം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. മറിച്ച് എന്നെ വേണ്ട എന്ന് പറഞ്ഞ കുറേ എണ്ണം ഉണ്ടല്ലോ, അവരെയെല്ലാം പിടിച്ചിട്ട് അവരെ പലരെയും കൊന്നും കളഞ്ഞു. ഈ ഒരു യഥാർത്ഥ സംഭവം എടുത്തുകൊണ്ടാണ് യേശു ആ റാത്തലിൻ്റെ ഉപമ അവിടെ വിവരിക്കുന്നത്. നിങ്ങൾക്കറിയാം, യേശു തൻ്റെ ഭൗമിക ശുശ്രൂഷയുടെ അവസാനത്തെ ആ ആഴ്ചയിലാണ് ക്രൂശ് മരണത്തിനായി യെരുശലേമിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ ഈ ഉപമ നിങ്ങളുടെ എല്ലാം വേദപുസ്തകങ്ങളിലേക്കും കൂടെ നോക്കിയിരിക്കണം. ഈ ഉപമയുടെ ഒരു ഓവറോൾ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവം തരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, അവസരങ്ങൾ, എന്തെല്ലാം ദാനങ്ങളാണോ ദൈവം തരുന്നത്, അത് ശലോമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ്റെ താഴെ എന്തെല്ലാം നമുക്കുണ്ട് എന്ന് നാം കരുതുന്നത്, എനിത്തിങ് ദറ്റ് ഈസ് അണ്ടർ ദ സൺ വിച്ച് വി തിങ്ക് ആസ് അവേഴ്സ്, അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് യേശുവിൻ്റെ 1ാം വരവും 2ാം വരവിൻ്റെയും ഇടയ്ക്കുള്ള സമയം തക്കതായി യൂസ് ചെയ്യുക. അതാണ് ഈ ഒരു റാത്തലിൻ്റെ ഒരു ഈ ഒരു ഉപമയുടെ ഏകദേശം ഒരു പിക്ചർ. അപ്പോൾ ഇതിനി മുന്നോട്ട് ഞാൻ വേഗത്തിൽ പോകുമ്പോൾ ആ പറയുന്ന ആ ഗ്രൂപ്പുകളിലെ ഏത് കാറ്റഗറിയിലായിരിക്കും ഞാനും നിങ്ങളും വരുന്നതെന്ന് സ്വയം വിശകലനം ചെയ്ത്, അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, സ്വയം ടെസ്റ്റ് ചെയ്തും കൂടെ പോകാം. 12ാമത്തെ വാക്യം അവിടെ പറയുന്നത്, കുലീനനായ, ലൂക്കോസ് 19:12, കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. ഞാൻ മുമ്പേ പറഞ്ഞ യഥാർത്ഥ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അർക്കലോസ് പോയ സമയത്ത് കുറച്ച് പേരെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വേണം. ഇനിയാണ് താൻ അസൈൻമെൻറ്റ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കെല്ലാം അസൈൻമെൻറ്റ് സ്കൂളിലും കോളേജിലും കൊടുക്കുന്ന പോലെ വാക്യം 13 അസൈൻമെൻറ്റ്. വേഴ്സ് 13, ദിസ് മാസ്റ്റർ ഈസ് ഗിവിംഗ് ദി അസൈൻമെൻറ്റ് ടു ഹിസ് സെർവൻസ്. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്ത് ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. അസൈൻമെൻറ്റ് കൊടുത്തു. ഇനിയും അടുത്തതാണ് അക്കൗണ്ടിങ്. അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അക്കൗണ്ടിങ്, കണക്ക് സെറ്റിൽ ചെയ്യുന്നത്. 15ാമത്തെ വാക്യം മുതൽ വേഴ്സ് 15 ഓൺവേർഡ്സ്. അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. മനസ്സിലായോ? അർക്കലോസ് എല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ
കണക്ക് സെറ്റിൽ ചെയ്യുന്ന സമയം പോലെ. യേശു അത് തന്നെയാണ് എടുത്ത് താൻ ആഴമേറിയ ദൈവരാജ്യത്തിൻ്റെ ചില കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇനിയാണ് ദ റൂൾ ഓഫ് 3. നമ്മൾ ലിറ്ററേച്ചറിലും സയൻസിലുമൊക്കെ റൂൾ ഓഫ് 3 എന്ന് പറയും. അതായത് 10 പേരെയാണ് അപ്പോയിൻ്റ് ചെയ്തതെങ്കിലും 3 പേരെയാണ് പിക്ക് ചെയ്ത് ഒരു സാമ്പിൾ പോലെ വെച്ച് യേശു ഇനി ആഴമേറിയ കാര്യങ്ങൾ പറയുവാൻ പോകുന്നു. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ വിളിക്കുക. ഒന്നാമത്തവനെ വിളിക്കുന്നു അക്കൗണ്ട് കൊടുക്കുവാൻ. റാത്തലും കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതിനുള്ള അക്കൗണ്ട് കൊടുക്കുവാൻ. വാക്യം 16ഉം 17. ഒന്നാമത്തവൻ അടുത്തു വന്നു. കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട്, നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. എത്ര ശതമാനമാണ് അവിടെ അവൻ ലാഭം ഉണ്ടാക്കിയത്? എത്ര ശതമാനമാണ്? മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ്, 1000% അവൻ അവിടെ റിട്ടേൺ ഉണ്ടാക്കുന്നത്. 1 രണ്ടാമത്തവനെ വിളിക്കുന്നു. അവനുമായിട്ടുള്ള കണക്ക് തീർക്കണമല്ലോ. 18ഉം 19 വാക്യവും ഒന്ന് വായിക്കാമോ? അത് 18ഉം 19. രണ്ടാമത്തവൻ വന്ന്, കർത്താവേ, നീ തന്ന റാന്തൽ കൊണ്ട് 5 റാന്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരനായിരിക്ക എന്ന് അവനോട് അവൻ കൽപ്പിച്ചു. ഓക്കെ, അവൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇത്രയും ഞാൻ സമ്പാദിച്ചു. എത്ര ശതമാനമാണ് പ്രോഫിറ്റ് അല്ലെ റിട്ടേൺ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത്? എത്ര ശതമാനമാക്കിയാണ് കൊടുക്കുന്നത്? 500%. ഇനിയും ഒന്ന് പെതുക്കെ നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങുക. ഇത്രയും നേരം വരെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി മൂന്നാമത്തവനെ വിളിക്കുക. ഞാൻ മൂന്നാമത്തവനെന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷേ ശ്രദ്ധിക്കണം. 20 വാക്യം മുതൽ 20 മാത്രം. മറ്റൊരുവൻ വന്നു, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ. ഞാൻ അതൊരു ഉറുമാലിൽ കർച്ചീഫിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. കർത്താവ് അവിടെ പറയുന്നത് മൂന്നാമത്തവൻ വന്നു എന്നാണോ? ആണോ? മറ്റൊരുവൻ. ആദ്യത്തെ 2 പേരും ഒന്നാമത്തവൻ, രണ്ടാമത്തവൻ. ഇനി ശ്രദ്ധയോടിരിക്കണം കേട്ടോ. പക്ഷെ ഇപ്പൊ പറയുന്നത് മറ്റൊരുവൻ. പുതിയ നിയമം എഴുതിയിരിക്കുന്ന ഒറിജിനൽ ഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ ഈ മറ്റൊരുവൻ എന്നുള്ള ഇംഗ്ലീഷ് അനദർ എന്ന് പറയുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ 2 പദങ്ങൾ ഉപയോഗിക്കാം. അതൊന്ന് പറഞ്ഞിട്ട് ഈ അർത്ഥത്തിലേക്ക് വരാം. അല്ലോസ് എന്ന് വെച്ചാൽ അനദർ. അല്ലോസിൻ്റെ അർത്ഥം അനദർ ഓഫ് എ സെയിം കൈൻഡ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം ഈസി ആയിട്ട്. കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നില്ലേ, എൻ്റെ നാമത്തിൽ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയക്കി വന്നു. മറ്റൊരു, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അല്ലോസ. നമ്മൾ ഇംഗ്ലീഷിലും അനദർ, മലയാളത്തിലും മറ്റൊരു എന്ന് വായിക്കും, വ്യത്യാസം മനസ്സിലാവില്ല. പക്ഷേ ഇറ്റ് ഈസ് അനദർ ഓഫ് എ സെയിം കൈൻഡ്. കർത്താവിൻ്റെ അസ്തിത്വം എന്താണോ അതേപോലെ തന്നെയുള്ള പരിശുദ്ധാത്മാവാം ദൈവത്തെയാണ് ഞാൻ നിങ്ങൾക്ക് അയക്കുവാൻ പോകുന്നത്. ദൈവം ത്രിയേക ദൈവമാണല്ലോ. 3 ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ. ബട്ട് ഗോഡ് ഈസ് ഫാദർ, ഗോഡ് ഈസ് സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. 3 വ്യക്തികളാണ്, പക്ഷേ ഒറ്റ ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ മറ്റൊരുവൻ, എന്നെപ്പോലെ തന്നെയുള്ള മറ്റൊരുവൻ. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹെറ്ററോസ്. നിങ്ങൾ ഹെട്രോജീനിയസ്, ഹെട്രോസെക്ഷൽ കേട്ട് കാണുമല്ലോ. ആ പദം ഇതിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം അനദർ ഓഫ് എ ഡിഫറെൻ്റ് കൈൻഡ്. മറ്റൊരു കാറ്റഗറി, ഈ ആദ്യം പറഞ്ഞവരുമായിട്ട് ഒരു ബന്ധവുമില്ല, മറ്റൊരു സ്വഭാവ സവിശേഷതയുള്ള മറ്റൊരുത്തൻ. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താണെന്നുള്ളതും കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ അവനെ വിളിച്ചിട്ട് പറയുന്നത് 21 മുതൽ 23 വരെ ഒന്ന് വായിക്കാമോ? 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നീ വയ്ക്കാത്തതും എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്നു തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്ത എടുക്കുകയും വിതയ്ക്കാത്ത കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാത്തത് എന്ത്? പിന്നെ അവൻ യേശു അവിടെ പറയുന്നത്
ഈ മൂന്നാമത് ഞാനിപ്പോൾ അങ്ങ് പറയുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മുടെ മനസ്സിൽ മറ്റൊരുവൻ, ആ വന്നവന് അവന് ലഭിച്ച ആ റാത്തലിനെ കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. 1ഉം 2ഉം ആ ആദ്യം വിളിച്ചവർ എങ്ങനെയാണ് അവരുടെ ആ റാത്തലും കൊണ്ട് വർധനവുണ്ടാക്കിയതെന്ന് പറയുവാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. നേരെ മറിച്ച് ഈ മൂന്നാമത്തവൻ എന്ന് പറഞ്ഞ മറ്റൊരുവൻ വന്നത് അവന് ലഭിച്ച നന്മകളോ റാത്തലോ അനുഗ്രഹങ്ങളോ അവസരങ്ങളെപ്പറ്റി അവൻ ചിന്തിച്ചതുപോലുമില്ല. ഇനിയും ഈ ഉപമയുടെ അർത്ഥം വേഗത്തിൽ തന്നെ പറയുക. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ അർത്ഥം, ആ കുലീനനായ മനുഷ്യൻ യേശുക്രിസ്തു ദൂരയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആ സമയമുണ്ടല്ലോ, ആ ദൈർഘ്യമേറിയ സമയം യേശുവിൻ്റെ 1-ാം വരവും 2-ാം വരവിൻ്റെയും ഇടയ്ക്കുള്ള സമയം. ആ 10 ദാസന്മാരെന്ന് പറയുന്നത് പ്രൊഫസിങ് ക്രിസ്ത്യൻസ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്ന ഏതൊരു വ്യക്തി, ഏത് ഡിനോമിനേഷനും ആയിക്കോട്ടെ, ഞാൻ ദ ഹോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ വെച്ച് തന്നെയാണ് പറയുന്നത്. ഏതൊരു വ്യക്തിയും ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നെങ്കിൽ അവർ ആ 10 ദാസന്മാരിൽ വരും. മൈനാസ് അല്ലെങ്കിൽ റാത്തൽ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി, ബിസിനസ്, മക്കൾ, സമ്പത്ത്, വസ്തു, എന്തെല്ലാമുണ്ടോ. ഞാൻ പറഞ്ഞില്ല, ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ്റെ അടിയിൽ എന്തെങ്കിലും നമ്മുടേതെന്ന് നമ്മൾ കരുതുന്നത്, മനസ്സിലായോ? അതാണ് റാത്തൽ, നന്മകൾ. ഇനി അക്കൗണ്ടിങ്, കണക്ക് സെറ്റിൽമെന്റ് കണ്ടായിരുന്നല്ലോ, അതാണ് ഭാവിയിൽ വരുവാൻ പോകുന്ന ഒരു ന്യായവിധി. അത് എന്ത് ന്യായവിധിയാണെന്നുള്ളതും കൂടെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനിയാണ് ഈ മെസ്സേജിൻ്റെ ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. ചില കിങ്ഡം പ്രിൻസിപ്പിൾസ്, ഇതിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടൊന്ന് സംസാരിക്കാനുള്ളത്. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വായിച്ച് കാണാപ്പാടമാണ്. ഇനിയുള്ളത് ശ്രദ്ധിക്കണം. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്തിട്ട് പറ, വളരെ ശ്രദ്ധയോടിരിക്കണം എന്ന് പറ. ഹല്ലേലൂയ. 1-ാമത്തെ പ്രിൻസിപ്പിൾ, എല്ലാത്തിനും ആദ്യം ഞാൻ ഇംഗ്ലീഷിലും കൂടെ പറയും, ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ശ്രദ്ധയോടിരിക്കണം. 1-ാമത്തെ പ്രിൻസിപ്പിൾ, കിങ്ഡം പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ എഴുതാം. ദ കിങ്ഡം വിൽ നോട്ട് കം ഇമ്മീഡിയറ്റ്ലി, ബട്ട് ഇറ്റ് വിൽ കം. ദൈവരാജ്യം അതിൻ്റെ ആ പൂർണ്ണതയുടെ അളവിൽ ഉടനെ വരത്തില്ല, പക്ഷേ അത് വരും. ആ 14-ാമത്തെ വാക്യത്തിൽ കുറച്ച് പേര് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾക്കിവനെ വേണ്ട, ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തണ്ടെന്ന്. എന്നിട്ടും ആ പോയവൻ തിരിച്ച് അധികാരവുമായിട്ടല്ലേ വന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, യേശുവിനെ ആരെല്ലാമാണോ ഇന്നത്തെ കാലഘട്ടത്തിലോ ഏത് കാലഘട്ടത്തിലും ജീവനോടിരിക്കുമ്പോൾ വേണ്ടാന്ന് വെച്ചാലും ഒരു നാൾ അവൻ രാജാവായി മടങ്ങി വരും. നമ്മളിലിരിക്കുന്ന ഏറെക്കുറെ ആളുകൾക്ക് അത് അത്രയും ബാധകമല്ല. കാരണം നമ്മൾ ലോകത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക് വന്നു എന്ന് പറയുന്ന എക്ലേസിയ, വേർതിരിക്കപ്പെട്ട സമൂഹം. അപ്പോൾ 2-ാമത്തെ പ്രിൻസിപ്പിൾ, എവ്രി ബിലീവർ ഹാസ് എ സ്പിരിച്വൽ ഗിഫ്റ്റ്. ഏതൊരു വിശ്വാസിക്കും ഒരു ആത്മീക വരമുണ്ട്. 1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. 1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യം, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. കണ്ടോ? ഓരോരുത്തവന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് ആ ബൈബിളിലോട്ട് നോക്കൂ, അല്ലെ ഇങ്ങോട്ട് തന്നെ നോക്കിയിട്ട് ഒന്നുകൂടെ പറ, ഓരോരുത്തവന് വരം ലഭിച്ചു. പറഞ്ഞോ? എനിക്കും വരം ലഭിച്ചിട്ടുണ്ടെന്ന് പറ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് എന്താവാന്നുള്ളത്. എല്ലാവർക്കും ദൈവം ഒരു ആത്മീക വരം, ഒരു വിശ്വാസിയാണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. ആമേൻ. യേശു അവിടെ പറയുന്നതിൻ്റെ സാരം, ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ, ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ദൈവം അനുഗ്രഹങ്ങൾ, നന്മകൾ, സമ്പത്ത്, ആരോഗ്യം, കഴിവ്, ജ്ഞാനം, വിദ്യാഭ്യാസം, ജോലി, ബിസിനസ്, ഇൻഫ്ലുവൻസ്, ചിലരെ പീപ്പിൾ ഓഫ് ഇൻഫ്ലുവൻസ്, ഒത്തിരി പേരെ സ്വാധീനിക്കാനായിട്ടുള്ള ചില കസേരകളിലൊക്കെ കൊണ്ടിരുത്തുന്നത്, ഇതെല്ലാം തരുന്നത് ദൈവം നമ്മളോട് തൻ്റെ രാജ്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാ. എന്നോട് പിണങ്ങരുത്. തൻ്റെ രാജ്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാ.
ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മൾക്ക് ദൈവം തന്ന ആ റാത്തൽ, ആ മൈന, ആ ദാനം, ആ വരം, ആ അനുഗ്രഹം, ആ സമ്പത്തോ ആരോഗ്യം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെ ഒരു ഇംപ്രൂവ്ഡ് മാക്സിമൈസ്ഡ് റിട്ടേൺ, അതിനെ വർദ്ധിപ്പിച്ച അളവിൽ അതിനെ ഇൻക്രീസ് ചെയ്ത് തിരിച്ചു കൊടുക്കണം എന്നാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ 2 ദാസന്മാരുടെ എക്സൈറ്റ്മെന്റ് തന്നെ നിങ്ങൾ കണ്ടില്ലേ? യജമാനെ, ഞാനിതും കൊണ്ട് ഉണ്ടാക്കി. കണ്ടോ? ഇനി 3-ാമത്തെ ഒരു കിങ്ഡം പ്രിൻസിപ്പിൾ. One key to successful service for God is to remember that the gift belongs to God. ദൈവത്തെ സേവിക്കുന്നതിലെ വിജയകരമായി സേവിക്കുക. ഇവിടെ അതിൻ്റെ ദാസന്മാരുണ്ട്, കർത്താവിന് വേലയിലായിരിക്കുന്നവരുണ്ട്, പിന്നെ ജോലിയോടുകൂടി യേശുവിനെ പ്രഘോഷിക്കുന്നവരുണ്ട്, പാർട്ട് ടൈം, ക്വാർട്ടർ ടൈം, ഫുൾ ടൈം, മുക്കാൽ ടൈം, ഏത് ടൈം വേണമെങ്കിലും എടുത്തു. എല്ലാവരും മിഷണറീസാ. ഒരാമയം പറയാമോ? എല്ലാവരും മിഷണറീസാ. അധികം ആമേനില്ല. Everybody is called to be an evangelist, to be a witness. അപ്പോൾ കർത്താവിനെ സേവിക്കുന്നതിലെ വിജയകരമായിട്ടുള്ള പല കാര്യങ്ങളിലെ ഒരു താക്കോൽ, ഓർക്കേണ്ട കാര്യം, ആ ദാനം എന്ന് നമ്മൾ കരുതുന്നതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ്, എൻ്റെ അല്ല. നമ്മൾ വെറും സ്റ്റ്യൂവേർഡ്സ് ആണ്. ഞാൻ മുമ്പേ അമിത്തിനോടും റീമോഡിനോടും പറഞ്ഞ പോലെ, മാതാപിതാക്കൾ എല്ലാവർക്കും കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റ്യൂവേർഡ്സാണ്. നമ്മുടെ തന്നിരിക്കുന്ന നന്മകളും എന്ത് യോഗ്യതയുണ്ടെങ്കിലും നമ്മളെ വിശ്വസ്തരെന്നങ്ങ് പ്രതീക്ഷിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക ദൈവം. സ്തോത്രം. 1-ാമത്തെയും 2-ാമത്തെയും വന്നവൻ എന്തായിരുന്നു പറഞ്ഞത്? യജമാനനെ, നിന്റെ റാത്തൽ, അല്ലേ? നിന്റെ റാത്തൽ, യോർ മൈന. 3-ാമത് വന്ന മറ്റവനും പറഞ്ഞ എന്തുവാ? നിന്റെ റാത്തൽ. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു, ഇതൊന്നും ഞങ്ങളുടെ അല്ലെന്നേ, ഇത് നിന്റേതാ. നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഉള്ള നന്മകൾ, കഴിവുകൾ, താലന്തുകൾ, അവസരങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ വകയാണ്. അതും വെച്ച് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തണം. എവിടെയാ? മ്യൂച്വൽ ഫണ്ടിലാണോ? അത് വേണമെങ്കിൽ ചെയ്തു, നഷ്ടം വന്നാലും അനുഭവിച്ചു. പക്ഷേ ഇവിടെ പറയുന്നത് ദൈവരാജ്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അതിനെ വർദ്ധിപ്പിക്കണം. കുഞ്ഞുങ്ങളും പഠിക്കുന്നവരും മുതിർന്നവരും ഏവരും ശ്രദ്ധയോടെ കേൾക്കണം. ഇന്നത് കേട്ട് കഴിയുമ്പോൾ ഉറക്കമെല്ലാം മാറണം. ഉറക്കം ഉണ്ടെങ്കിൽ അത് മാറണം. 4-ാമത്തെ ഒരു കിങ്ഡം പ്രിൻസിപ്പിളാണ്, എ ഡേ ഓഫ് റെക്കണിങ് ഈസ് കമ്മിങ്. കണക്ക് ബോധിപ്പിക്കേണ്ട, കണക്ക് കൊടുക്കേണ്ട ഒരു നാൾ വരും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ന്യായവിധി. ഞാൻ അല്പനേരം കഴിഞ്ഞ് പറയാമെന്ന്. ശ്രദ്ധിക്കണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നാം എല്ലാവരും വിശ്വാസി എന്ന് പറയുന്നെങ്കിൽ നമുക്കൊരു ന്യായവിധിയുണ്ട്. അതെന്തിനാ? സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമെന്ന് വിധിക്കാനാണോ? ആണോ? അയ്യോ, അല്ല. അത് ജെനുവിൻലി ബോൺ അഗെയിൻ ആകുമ്പോൾ, യേശുവിനെ യഥാർത്ഥമായും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് യേശുവിനോട് ചേരുമ്പോൾ, യഥാർത്ഥമായും, ഞാൻ സാറിനെ പറയുന്നൊരു വാക്കുണ്ട്, ട്രൂലി ബോൺ അഗെയിൻ, യഥാർത്ഥമായും ആ വീണ്ടും ജനന അനുഭവമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വി ഹാവ് പാസ്ഡ് ഫ്രം ഡെത്ത് ടു ലൈഫ്. നരകത്തിൻ്റെ ആ അവകാശത്തിൽ നിന്ന് നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശങ്ങളായി മാറിക്കഴിഞ്ഞു. ആമേൻ പറയാമോ? നാം സ്വർഗത്തിൻ്റെ അവകാശികളാണ്. അപ്പോൾ പിന്നെ നമുക്കുള്ള ന്യായവിധി എന്താ? നാം ചെന്ന് നിൽക്കുവാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനം. 1-2 വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സസ് 10-12. റോമർ 14:10-12 ഞാനങ്ങ് വായിക്കാം. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ, ഇത് പൗലോസ് എഴുതുന്നത് റോമിലുള്ള ക്രൈസ്തവ സമൂഹത്തിനോടാണ് എഴുതുന്നത്, അല്ല ജാതികൾക്കല്ല. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ആകയാൽ നമ്മിൽ ഓരോരുത്തവൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പിന്നീട് ഒരു വാക്യം കൂടെ, സുപരിചിത വാക്യമാണ്, 2 കൊരിന്ത്യർ 5:10. അവനവൻ
2 Corinthians chapter 5 verse 10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇപ്പൊ ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. എന്തിനാ? യേശുവിനും യേശുവിൻ്റെ രാജ്യത്തിനും വേണ്ടി നാം എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം തരാൻ. പ്രതിഫലം. ഓടി ഒളിക്കാൻ സ്ഥലമില്ല. ഇന്ന് നമ്മൾ നമ്മുടെ റാത്തലും കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അന്ന് ആ ദിവസം വെളിപ്പെട്ട് വരും. ആമേൻ പറയുന്നില്ലല്ലോ. ദൈവം നമ്മെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? എന്ത് കാര്യം ചെയ്യാനാ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്? അതിനെപ്പറ്റി വല്ല പിടുത്തമുണ്ടോ? സ്തോത്രം. 5ാമത്തെ കിങ്ഡം പ്രിൻസിപ്പിൾ, ദ ഗിഫ്റ്റ് ഹാസ് ടു ബി ഇൻവെസ്റ്റഡ് ടു ബ്രിങ് റിട്ടേൺസ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ദാനം, ആ റാത്തലിനെ ഇൻവെസ്റ്റ് ചെയ്യണം റിട്ടേൺസ് കിട്ടണമെങ്കിൽ. ക്രിസ്തു പ്രതീക്ഷിക്കുന്നത് അവിടുന്ന് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കർത്താവ് എന്താ ആദ്യത്തെ 2 പേരെ നോക്കി പറഞ്ഞത്? വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. മത്തായി 25 താലന്തുകളുടെ ഒരു ഉപമയുണ്ട്. അതും ഇതും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെയും ആശയം കുറേയൊക്കെ സെയിമാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് കടമെടുത്താൽ യേശു പറയുന്നത് വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. നല്ലവൻ, നന്നായി ചെയ്തു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അല്ലാതെ വെൽ തോട്ട് ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് എന്നല്ല. നന്നായി നീ ചിന്തിച്ചു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നല്ല. നമ്മിൽ പലരും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്തോ ദൈവരാജ്യത്തിൽ ചെയ്യേണ്ടതെന്ന്. പ്രായമാകുമ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവസരങ്ങൾ കൈവിട്ടു പോവുകയാണ്. ബി വെരി കെയർഫുൾ ആകേണ്ട വിഷയമാണ്. നാം ദൈവരാജ്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, നാം ദൈവത്തെ സേവിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, വെല്ലുവിളിയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വിഷമവും ഒക്കെ വന്നേക്കാം. പക്ഷേ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ പ്രതിഫലത്തിന് വിലയിടാൻ പറ്റില്ല. ആമേൻ ഹല്ലേലൂയ. അത് കണ്ടോണ്ടാ പൗലോസ് പലതും വിട്ടേച്ച് ചപ്പും ചവറെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. അത് കണ്ടോണ്ടാ 100 മുറി ഉണ്ടായിരുന്ന സിറ്റി സ്റ്റഡ് നമ്മെക്കാട്ടിലൊക്കെ വലിയ പണക്കാരനായിരുന്നു സിറ്റി സ്റ്റഡ്. 100 മുറിയുള്ള വീട്, 100 മുറി എല്ലാം വിട്ടേച്ച് ചൈനയ്ക്ക് പോയത്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയർ 3:14 അപ്പോസ്തലനെ പൗലോസ് തന്നെ പറയുന്നില്ലേ? ഫിലിപ്പിയർ 3:14, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസേ, നീ ഇത്രയും സഭകൾ സ്ഥാപിച്ച ദ ഗ്രേറ്റ് അപ്പോസിൽ, ഞാൻ എപ്പോഴും പറയും, ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ തിയോളജി എഴുതുവാൻ വേണ്ടി ദൈവം എടുത്തുപയോഗിച്ചവനാ. പൗലോസ് ഇല്ലായിരുന്നെങ്കിൽ പുതിയ നിയമ വേദശാസ്ത്രം വരില്ലായിരുന്നു. അത് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 ലോകത്തിൽ കാല് വെച്ചുകൊണ്ടിരിക്കുന്നവനെ ദൈവം പിടിച്ചു. ന്യൂ ടെസ്റ്റമെൻറ്റ് തിയോളജി എഴുതിപ്പിച്ചു, ലേഖനങ്ങൾ എഴുതി. എന്നിട്ട് അവൻ കാരാഗ്രഹത്തിൽ കിടവും പറയുക, പഴയതിനെയൊക്കെ ഞാൻ മറക്കുക, എനിക്കിനിയും I am pressing on. കണ്ടോ അവൻ്റെ ആ പാഷൻ, that aggression, അവനെ മുമ്പിൽ വച്ചിരിക്കുന്ന രീതിയിലുള്ള ആ റിവാർഡ്, ആ പ്രതിഫലം നോക്കി. പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടെ, പക്ഷെ ഞാൻ ഇനി ഓടുന്നത്, എനിക്ക് മുമ്പ് വെച്ചിരിക്കുന്നത് എനിക്ക് ഓടണം. അല്ലാതെ ഞാൻ ഇത്രയൊക്കെ ആയില്ലേ, 50,000 പേരുള്ളൊരു സഭയുണ്ട്, അതുകൊണ്ടങ്ങ് ഞാൻ ചാരിയിരിക്കാം. കാരണം ഇന്നൊരു കല്യാണം, നാളെ ഒരു അടക്കം, മറ്റന്നാളൊരു സമർപ്പണം. ഞാൻ ദൈവദാസന്മാരെ വെച്ച് അങ്ങ് പറയുമ്പോൾ എല്ലാം സേഫാ അല്ലേ? സ്വസ്ഥമായിരിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ഞാനൊരു കാര്യം പറയാം, ബീയിങ് കംപ്ലേസൻറ്റ് ഓർ കോസ്റ്റിംഗ് ഇൻ ലൈഫ് ഈസ് ബീയിങ് ലേസി. നാം സ്വസ്ഥമായിട്ടാ എനിക്കിപ്പോൾ ഉള്ള പോലെയൊക്കെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാൽ നാം മടിയരായി പോകുന്നു. പൗലോസ് എത്ര നേട്ടമുണ്ടെങ്കിലും അവൻ വീണ്ടും മുന്നോട്ട് പ്രസ് ചെയ്യുക.
നമുക്ക് അങ്ങനെ ഒരു പാഷൻ, നമുക്ക് അങ്ങനെ ഒരു ദാഹം ദൈവരാജ്യത്തിന് വേണ്ടി ഉണ്ടോ? ഉണ്ടാവണം. അതിനായി സന്ദേശം കേൾക്കുന്നത്. 6ാമത്തെ പ്രിൻസിപ്പിൾ, അൾട്ടിമേറ്റ്ലി യുവർ മൈന ഓർ യുവർ ഗിഫ്റ്റ് ഈസ് യുവർ ടെസ്റ്റ്. പരമമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന റാത്തലുണ്ടല്ലോ, ആ അനുഗ്രഹം, അത് തന്നെയാണ് നമ്മുടെ ടെസ്റ്റ്. നാം എന്താണോ ക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് വെളിപ്പെട്ട് വരും. ആ 3ാമത്തെ മറ്റൊരുവൻ പറഞ്ഞ എന്താ? യജമാനനെ ഞാൻ ഭയപ്പെട്ടു. എവിടെയെങ്കിലും വായിച്ചായിരുന്നു അതിനകത്ത്? നീ എന്തൊക്കെയാ പറഞ്ഞ് അവൻ്റെ യജമാനന്റെ സ്വഭാവത്തെ കുറ്റപ്പെടുത്തുക അല്ലേ? നീ വെക്കാത്തടത്തു നിന്ന് എടുക്കും, വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യും. യജമാനനെ അക്യൂസ് ചെയ്യുന്ന ദാസൻ, കഠിനഹൃദയൻ എന്നെല്ലാം പറഞ്ഞ് യജമാനനെ കുറ്റപ്പെടുത്തിയിട്ട് പറയുക, നിന്റെ സ്വഭാവം ശരിയല്ല, ഞാൻ ഭയപ്പെട്ടു. അതിൻ്റെ അർത്ഥം അവൻ ഒരു യഥാർത്ഥ വിശ്വാസി. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചാണ് പറയുന്നത്. ഇനി നമ്മളിലേക്ക് ചാടണം. അവൻ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല, യേശുവിൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടില്ല. ഒരു യഥാർത്ഥ ട്രൂ വിശ്വാസി അല്ലായിരുന്നു. പ്രത്യുത ഒരു നോമിനൽ ബിലീവർ, നാമധേയ വിശ്വാസി. ദൈവരാജ്യത്തിലൊക്കെ ആയിരുന്നു. അവനും ആ 10 പേരിലുള്ളവനല്ലേ? ആ 3ാമത്തവനും 10 പേരിലുള്ളവനല്ലായിരുന്നോ? ദാസന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവനായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സഭയ്ക്കകത്തുണ്ട്. രക്ഷിക്കപ്പെട്ടവനെന്ന് പറയുന്നു, സ്നാനപ്പെട്ടവനെന്ന് പറയുന്നു, അഭിഷേകം കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ദിസ് ഈസ് വെരി സീരിയസ്. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അവൻ്റെ ഭയം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കുവാൻ അവനെ പുറോട്ട് വലിച്ചു. നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വരത്തെ ഓപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന എന്താ? നമ്മുടെ ഭയം. മറ്റുള്ളവരെന്ത് വിചാരിക്കും? സമൂഹത്തിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? എൻ്റെ വല്ലതും നഷ്ടപ്പെടുമോ? ഇനി എനിക്ക് അടി വല്ലതും കിട്ടുമോ? എന്നെ ചീത്ത വിളിക്കുമോ? ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? പല പല ഭയങ്ങൾ. എനിക്ക് ചില കിട്ടാനുള്ളത് എനിക്ക് കിട്ടാതിരിക്കുമോ? ചിലർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും. അതായത് സ്നാനപ്പെടാതൊക്കെ നിൽക്കുക, ഞാനിപ്പോൾ അങ്ങനെ മാറുന്നില്ല, കാരണം എൻ്റെ പേരിൽ കുറേ വസ്തുക്കളുണ്ട്, അതൊക്കെ എൻ്റെ പേരിൽ അപ്പനും അമ്മയൊക്കെ എഴുതി വെച്ച ശേഷം ഞാൻ അങ്ങ് ചാടിക്കോളാം. പറഞ്ഞു പോയതാണേ. ഇവിടെ അങ്ങനെയുള്ളവരാരും ഉണ്ടാവരുത്. അപ്പോൾ ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തും നന്മകളും കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ശ്രദ്ധിക്കണം, രക്ഷ എന്നുള്ളത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമുക്കുള്ള പ്രതിഫലം നാം അവന് വേണ്ടി, അവൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതിനെ അടിസ്ഥാനത്തിലായിരിക്കും. റോമർ 4:5 തന്നെ അത് പറയുന്നുണ്ടല്ലോ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ നമുക്കുള്ള പ്രതിഫലം നിശ്ചയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നാം യേശുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? നാം യേശുവിനെ ശരിക്കും അറിയുന്നെങ്കിൽ നാം അവനായി ജീവിക്കും, നാം അവനെ സേവിക്കും. നമുക്കുള്ളതെല്ലാം വെച്ച് നാം അവൻ്റെ രാജ്യത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി ഞാൻ ആദ്യം ചോദിച്ച ഒരു ഡെഫിനിഷൻ, ഈ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വരിക. ഞാൻ ചോദിച്ചായിരുന്നല്ലോ ഈ സന്ദേശം തുടങ്ങിയപ്പോൾ, വാട്ട് ഓർ ഹൗ ഡു യു ഡിഫൈൻ ഫെയ്ത്ത്ഫുൾനെസ്? വിശ്വസ്തതയെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇത്രയും നേരം കേട്ടതിൽ നിന്ന് ഞാൻ നേരെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. വിത്ത് റിഗാർഡ് ടു അവർ എഫേർട്സ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ശ്രദ്ധിച്ചു കേൾക്കണം. God views those who multiply as faithful and good. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആ എന്തെല്ലാം പ്രവൃത്തിയുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ദൈവം വീക്ഷിക്കുന്നത് ആരെയാണ് നല്ലവനും വിശ്വസ്തനുമെന്ന് ദൈവം എണ്ണുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നവർ,
ആദ്യത്തെ 2 പേര് അവർ മൾട്ടിപ്ലൈ ചെയ്തു. 1000%, 500%. നേരെ മറിച്ച് God views those who maintain as wicked and lazy. ആ 1 കിട്ടിയവൻ നഷ്ടപ്പെടുത്തിയായിരുന്നോ? ആ 1 നഷ്ടപ്പെടുത്തിയോ? ആ 3ാമത് വന്നവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടോ വച്ചാ? ഇല്ല. സുരക്ഷിതമായിട്ട് കർച്ചീഫിലും എല്ലാം ചുരുട്ടി കയറ്റി ഭദ്രമായിട്ട് സേഫിൽ വെച്ചു. ഹല്ലേലൂയ. ഞാൻ ഗുണത്തിനും പോകുന്നില്ല, ദോഷത്തിനും പോകത്തില്ല. ഞാൻ ആരെയും ഒന്നും ചെയ്യത്തില്ല, പറയത്തില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിപ്പോവുക. ശ്രദ്ധിച്ച് കേട്ടോണേ. ദോസ് ഹൂ മെയിൻറ്റെയിൻ, കിട്ടിയത് അതുപോലെ കൊണ്ടുപോയെങ്കിൽ എങ്ങനെ അവനെ വിളിച്ചത്? ദുഷ്ടദാസനെ. പിന്നെ മത്തായി 25 കൂടെ എടുത്തു കഴിഞ്ഞാൽ മടിയനായവനെ, ലേസി. ഭയങ്കര ഷോക്കാണ്. മിക്ക ക്രൈസ്തവരുടെയും കോമൺ ആയിട്ടുള്ളൊരു ചിന്താഗതി എന്താ? എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, ഞാൻ ചർച്ചിൽ എല്ലാ സൺഡേയിലും പോകുന്നു, എൻ്റെ മക്കളൊക്കെ നല്ല രീതിയിൽ പോകുന്നു, അത്യാവശ്യ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു, ഞാൻ വിശ്വസ്തനാ. നോ അല്ല. അക്കോർഡിംഗ് ടു ജീസസ് യു ആർ ബീങ് ലേസി ആൻഡ് ഈവൻ ദ പോസിബിലിറ്റി ഓഫ് ബീങ് വിക്കഡ്. ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ യേശു നോക്കി പറയും, മടിയനും ദുഷ്ടനുമായവനെ എന്ന്. എന്നോട് പിണങ്ങരുത്, ഞാൻ യേശു പറഞ്ഞതിനെ റിലേ ചെയ്യുന്നു എന്നേ ഉള്ളൂ. യു സീ, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് അല്ല, ഉള്ളതിനെ കുഴിച്ചു വെച്ച് എവിടെയെങ്കിലും വെക്കുവല്ല, അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയുടെ വേറെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, മലയാളത്തിൽ ഗുണനം അല്ലേ? ഗുണീകരണം അതോ ഗുണനം? വർധനവ്. ഗുണീകരണമല്ല, ഗുണനം. മൾട്ടിപ്ലിക്കേഷൻ, എക്സ്. മൾട്ടിപ്ലൈ, ഉള്ളതിനെ വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ ഇന്നും ദൈവം പറയുന്നത്, ഈവൻ നമ്മൾ ആദാമും ഹവ്വയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ദൈവം എന്താ അവരോട് പറഞ്ഞത്? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. 3-4 കൊച്ചുങ്ങളെ ഉണ്ടാക്കിയിട്ട് ഇരിക്കടാന്നാന്ന് പറഞ്ഞേ? അല്ല, ഈ ലോകത്തെ മുഴുവനും ഭരിക്കാൻ വേണ്ടിയാ. ഇന്നും ദൈവം പറയുന്നത്, ഞാൻ നിനക്ക് ഓരോരുത്തർക്കും, കർത്താവ് പറയുന്ന രീതിയിൽ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നെഞ്ചോട് കൈവച്ച് പറഞ്ഞാൽ തെറ്റില്ല, ദൈവം ഓരോരുത്തർക്കും ചില താലന്തുകൾ, റാത്തലുകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ, അവസരങ്ങൾ നൽകുന്നു. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, വർദ്ധിപ്പിക്കുക, എന്നിട്ട് അവങ്കിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ സത്ത് ഒരു ക്യാപ്സ്യൂളായിട്ട് പറഞ്ഞാൽ, യേശു വേഗം വരാറായി. ഓരോ ദിവസവും വളരെ ഫാസ്റ്റായിട്ട് കടന്നു പോവുകയാണ്. വിലയേറിയ അവസരങ്ങൾ നമ്മളെ കൈവിട്ട് ഓരോ നിമിഷവും പൊയ്ക്കൊണ്ടിരിക്കുക. യേശു കർത്താവ് മടങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും മിക്കപ്പോഴും സമയം ലേറ്റായി പോയേക്കാം. ബി വെരി സീരിയസ്. ഇപ്പോഴാണ് നമുക്ക് ദൈവം തരുന്ന സമയം അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അവൻ്റെ രാജ്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും. നമുക്കുള്ളതെല്ലാം യജമാനൻ്റെ മാത്രമാണ്. നമുക്ക് തന്നിരിക്കുന്ന നന്മകളും അവസരങ്ങളിലുമെല്ലാം നാം വിശ്വസ്തരായിരുന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് വലിയ പ്രതിഫലം അന്നാളിൽ കോടാനുകോടി വിശുദ്ധരുടെ മുമ്പാകെ, കോടാനുകോടി ദൂതഗണത്തിൻ്റെ മുമ്പാകെ പരസ്യമായി മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ദാനിയേലിനോട് ദൈവം പറഞ്ഞ പോലെ, അന്ന് ചിലർ നിത്യശോഭയ്ക്കായിട്ടും മറ്റു ചിലർ നിത്യലജ്ജ. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? എന്താ ഈ നിത്യലജ്ജ? ഈ ലോകത്തിലുള്ള ലജ്ജയും നിന്നയൊക്കെ 70 അല്ലെ 80 വർഷം കൊണ്ട് അങ്ങ് തീരും. പക്ഷെ നിത്യലജ്ജയോ? ചിലർക്കൊക്കെ തോന്നുന്നു ഇപ്പം തന്നെ ട്രാക്ട് എടുത്തുകൊണ്ട് ഇറങ്ങണം. ഇറ്റേണൽ ഷെയിം, ദോസ് വേർഡ്സ് ആർ ലോഡഡ്. നിത്യലജ്ജ. നമ്മളെ ആരെങ്കിലും നാണം കെടുത്തിയ എത്ര നാൾ പോവും? എത്ര നാൾ പോവും? നമ്മുടെ ആ പെട്ടിയെടുത്ത് കുഴി വെച്ച് കഴിഞ്ഞാൽ അതിനെ എല്ലാവരും മറന്നുപോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ നാണക്കേടുണ്ടല്ലോ, നിത്യലജ്ജയാ.
വളരെ കെയർഫുള്ളായി ജീവിക്കേണ്ടതാ ക്രിസ്തീയ ജീവിതം. ആൻഡ് ഈ ഉപമയിൽ നിന്ന് ഒരു കാര്യം കൂടെ അറിയാം. നഷ്ടപ്പെടുത്തി കളയുന്ന അവസരങ്ങൾക്കുണ്ടാകുന്ന വലിയ നാണക്കേടും നഷ്ടവും നാം നമ്മുടെ റാത്തലും കൊണ്ട് ഇന്ന് എന്ത് ചെയ്യുന്നു അത് നിശ്ചയിക്കും നിത്യതയിലുള്ള നമ്മുടെ സ്ഥിതി. ഉള്ള സമയം, ഉള്ള അവസരങ്ങൾ, കഴിവ് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കണം, ഉത്സാഹിക്കണം. കാരണം നമുക്ക് അവൻ്റെ പക്കൽ നിന്ന് കേൾക്കേണ്ടത് എന്താ? അങ്ങ് ചെല്ലുമ്പോൾ കേൾക്കേണ്ടത് എന്താ? വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. നന്നായി ചെയ്തു മോനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ. ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഞാൻ വേഗത്തിലൊന്ന് പറയാം. പാസ്റ്റർ എവിടെ നിന്ന് തുടങ്ങും, എന്ത് ചെയ്യണം? പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ് ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയാം. സ്വയമേ ചോദിക്കാം, വാട്ട് ആർ യു നാച്ചുറലി ഗുഡ് അറ്റ്? വാട്ട് ആർ യുവർ സ്ട്രെങ്ത്സ്? എന്താണ് നിങ്ങൾക്ക് തന്നെ നാച്ചുറലായിട്ടുള്ള ചില സ്ട്രോങ് പോയിന്റ്സ്? നിങ്ങൾക്കറിയത്തില്ലേ? ജീവിത പങ്കാളിയോട് ചോദിക്കണം, മക്കൾ അമ്മയപ്പന്മാരോട് ചോദിക്കണം. ഉടനെ കുറ്റമല്ല നിരത്തേണ്ടത്, നല്ല കാര്യങ്ങളെ പറയാവുള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള കാര്യം. ചിലർക്ക് പാടാൻ, ചിലർക്ക് മ്യൂസിക് എന്നാ പറയുന്നത് കമ്പോസ് ചെയ്യുവാൻ, ചിലർക്ക് എഴുതുവാൻ, ചിലർക്ക് വരയ്ക്കുവാൻ, ചിലർക്ക് കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുവാൻ. എന്തുമായിക്കൊള്ളട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന എന്താണ് നിൻ്റെ കയ്യിലുള്ളത് അതെന്ന് എഴുതി വെക്കണം. 2, വാട്ട് ആർ യു അട്രാക്റ്റഡ് ടു? എന്തിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്? അത് എളുപ്പം മനസ്സിലാക്കാൻ ഈസി ആയിട്ടൊരു കാര്യം പറയാൻ. സപ്പോസ് നിങ്ങളോടൊരു ജോലി ചെയ്യാൻ പറയുക, പക്ഷെ അതിന് ശമ്പളമില്ല, പക്ഷെ എങ്കിലും ഭയങ്കര ആവേശമാണ്, ഭയങ്കര ഉത്സാഹമാണ് ചെയ്യാൻ. രാവിലെ തൊട്ട് വൈകോളം വരെ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ? അതല്ല പറയുന്നത്. ആ ജോലി ചെയ്യുമ്പോൾ ഇച്ചിരി കഷ്ടപ്പാടുമുണ്ട്, പക്ഷെ കഷ്ടതയുണ്ടെങ്കിലും ശമ്പളമില്ല. ബട്ട് യു സ്റ്റിൽ എൻജോയ് ദാറ്റ്, ദ പാഷൻ ടു ഡൂ ദാറ്റ്. എന്താ അത്? എഴുതി വെക്കണം. അതാണ് ശരിക്കും നിങ്ങളുടെ കോൾ. ഹൂ ആർ യു ഡ്രോൺ ടു? ആരിലേക്കാണ് നിങ്ങൾ അട്രാക്റ്റഡ് അല്ലെ ആകർഷിക്കപ്പെടുന്നത്? നിങ്ങളുടെ ഉള്ള ആത്മീകം ചോർത്തിക്കളയുന്നവരോ, അതോ ആത്മീയത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നവർ, നിങ്ങളെ കർത്താവിൻ്റെ ആ ഒരു വേലയിൽ കൂടുതൽ ഫലവത്താകണമെന്നും പറഞ്ഞ് എൻകറേജ് ചെയ്യുന്ന, ബൂസ്റ്റ് ചെയ്യുന്നവരിലേക്കാണോ നിങ്ങൾ ഡ്രോൺ ടു ആകുന്നത്? ഉള്ള ഗിഫ്റ്റിനെ എക്സർസൈസ് ചെയ്യുക, കൾട്ടിവേറ്റ് ചെയ്യുക. ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്തായിരുന്നു പണി? ഇതായിരുന്നു പണി. അവസാനം രാജാവായിരിക്കുമ്പോഴും അവൻ്റെ പണി എന്തുവാ? ദൈവമേ, നിന്റെ ആലയത്തിൽ ഒരു ദിവസം ഇരിക്കുന്നത്. ദാറ്റ് വാസ് ഡേവിഡ്. ദാറ്റ് വാസ് കിങ് ഡേവിഡ്, ദ ഷെപ്പർഡ് ബോയ് ഹു ബിക്കെയിം കിങ് ഡേവിഡ്. ചുമ്മാ അല്ല മിഖാലിനോട് പറഞ്ഞത്, ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന എന്നെ നിന്റെ അപ്പനിരിക്കുന്ന സിംഹാസനത്തിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെച്ചവനായി എൻ്റെ ദൈവം. ആ ദൈവത്തെ ഞാൻ ഇതും ഇതിൻ്റെ അപ്പുറവും. ചുമ്മാ അതല്ല, ഇന്നും സ്റ്റാർ ഓഫ് ഡേവിഡും അല്ലെങ്കിൽ ഫ്യൂച്ചർ കമ്മിങ് കിങ് ഇൻ ദ ലൈൻ ഓഫ് ഡേവിഡ് എന്ന് യേശുവിനെ വിളിക്കുന്നു. ഡേവിഡ് ലവ്ഡ് ഗോഡ് മോർ ദാൻ ഹിസ് ത്രോൺ. സ്തോത്രം. ഒന്നും മാറ്റിവെക്കരുത്. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഒന്നും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നില്ലേ, 1 തിമോത്തിയോസ് 4:15, 1 തിമോത്തിയോസ് 4:15, നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഡിവോട്ട് യുവർ സെൽഫ് ഹോളി ടു ദം. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നെ തന്നെ മുഴുവനുമായും ഏൽപ്പിച്ചു കൊടുക്കുക. മുഴുവനുമായും ഒന്നും മാറ്റിവെക്കരുത്. കർത്താവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിച്ചെറിയണം. കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് ആരും അയ്യോ പത്തോ പറഞ്ഞ ചരിത്രമില്ല. സ്തോത്രം. ആൻഡ് ഇതിൻ്റെ എല്ലാം മുകളിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി, നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ കഴിവും എക്സസൈസും, പക്ഷേ അതിൻ്റെ എല്ലാം ഉപരി സീക്ക് ദി അനോയിൻറ്റിങ് ഫ്രം എബവ്. പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം,
ഗിഫ്റ്റ് ഉള്ളതും കൊണ്ട് കാര്യമില്ല, കഴിവുള്ളതും കൊണ്ട് കാര്യമില്ല. നാച്ചുറലായിട്ട് ദൈവം തന്നിരിക്കുന്നതെല്ലാം നല്ലത്. പക്ഷേ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം വരുമ്പോഴുണ്ടല്ലോ, ലെവല് വേറെയാ. ദാവീദ് ഇങ്ങനെ വായിച്ചതേ ഉള്ളൂ, പക്ഷേ അവൻ്റെ ആ വായനയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചപ്പോൾ ഭൂതം ബാധിച്ച ശൗലിൻ്റെ, നിങ്ങൾക്കറിയാമല്ലോ, ഓടും. ആ വീണയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഭൂതം ഓടും. പത്രോസും കൂടെ ഉള്ളവന്മാരും നടന്നു പോകുമ്പോഴത്തേക്കും രോഗികളങ്ങ് സൗഖ്യമാകുക. അതന്നെ, ആ നിഴല് തട്ടുമ്പോൾ. എന്താ കാര്യം? അന്നത്തെ മീൻപിടുത്തക്കാർ തന്നെയാ വീണ്ടും ആ പണി ചെയ്യുന്നത്. അവർ കുറച്ച് നാളത്തേക്ക് അവൻ തിരിച്ച് മീൻ പിടിക്കാൻ പോവുകയും ചെയ്തു. അവിടെ നിന്നാണ് ഈ കർത്താവ് അവനെ തിരിച്ച് പിടിച്ചതും. പക്ഷേ അവൻ്റെ നിഴല് തട്ടുമ്പോൾ എന്താ വ്യത്യാസം? The anointing of God. The Bible says, the anointing shall break the yoke. നുകത്തെ ഉടയ്ക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഏത് പ്രായത്തിലുള്ളവർ, ഓരോ ദിവസവും seek the anointing from above. അത് വേണം നമ്മുടെ ഗിഫ്റ്റിൻ്റെ മേൽ വ്യാപരിച്ച് അത് കർത്താവ് ആഗ്രഹിക്കുന്ന മൾട്ടിപ്ലിക്കേഷനിലോട്ട് കൊണ്ടുപോകുവാൻ, വർധനവിലേക്ക് കൊണ്ടുപോകാൻ. ഞാൻ സാധാരണയായി പറയുന്നൊരു കാര്യമുണ്ട് മെസ്സേജസ് ക്ലോസ് ചെയ്യുമ്പോൾ. വി ഹാവ് ഓൺലി വൺ ലൈഫ്, മേക്ക് ഇറ്റ് കൗണ്ട് ഫോർ ജീസസ്. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞു തീർക്കാനുള്ളതാണ്. മേക്ക് ഇറ്റ് കൗണ്ട്. മുഴുവനുമായിട്ടും കൊടുത്തുകൊണ്ട് കർത്താവ് എന്താണോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ, എങ്ങനെയെങ്കിലും വല്ല ചാതി ഇതങ്ങ് കൊണ്ടുപോയി തീർക്കാമെന്നല്ല, ഉള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ആ ഒന്നിനെ 10, 20, 50 എത്രയെന്ന് വെച്ചാൽ ദൈവം വിളിച്ചിരിക്കുന്നത് പോലെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ. അല്ലാതെ ഒന്നിനെ ഞാൻ വല്ല വിധേനയും അവസാനം വരെ ഒന്നായി തന്നെ കൊണ്ടുപോയി എന്ന് പറയാൻ അവസരം ഉണ്ടാക്കരുത്. ക്ലോസ് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഒരു റിയൽ ലൈഫ് സംഭവം. ഒരിടത്തൊരു വലിയ കൺസ്ട്രക്ഷൻ സൈറ്റ് നടക്കുക, വലിയൊരു കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പോൾ അതുവഴി നടന്നു വന്ന ഒരു വ്യക്തി, പണിക്കാർ ഒത്തിരി പേരുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് പണി ചെയ്യുക. അപ്പോൾ ഒരു പണിക്കാരനോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നേ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കട്ടകളൊക്കെ അടുക്കി പെറുക്കി വെക്കുക. ഓക്കെ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോൾ വേറൊരു പണിക്കാരനോട് ചോദിച്ചു, നീ എന്തുവാ ചെയ്യുന്നേ? ഐ ആം ബിൽഡിങ് എ വാൾ. ഞാനൊരു മതിൽ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ. കുറച്ചു നേരം കഴിഞ്ഞ് കറങ്ങി അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പം മൂന്നാമതൊരുത്തനോട് ചോദിച്ചു, നീ എന്തോ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? അവൻ പറഞ്ഞു, ഐ ആം ബിൽഡിങ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. ഞാൻ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ പണിയാം. അർത്ഥം മനസ്സിലായവർ എത്ര പേരുണ്ട്? സ്തോത്രം. നാം എങ്ങനെയാണ് നമ്മളെയും നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിനെയും വീക്ഷിക്കുന്നത്? രാവിലെ വന്നു, തൂത്തുവാരി മൈക്കുമൊക്കെ കയറ്റി വെച്ചു. ഇവിടെ പിന്നെ പായില്ല, കാർപ്പറ്റ് ഒക്കെ വൃത്തിയാക്കി, ഫാനൊക്കെ വെച്ചു, ലൈറ്റ് ഇട്ടു, ജനൽ തുറന്നു. അങ്ങനെയാണോ? ഞാൻ 10 ട്രാക്ട് പരുത്തിപ്പാറയെ ഞാൻ കൊടുത്തു. ഇവിടെ പ്രത്യേകിച്ചൊന്നും ആരും അതൊന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷേ ഞാനത് കൊടുത്തു. അങ്ങനെയാണോ? വാട്ട് ആർ വി റിയലി ഡൂയിങ് ഇൻ ദ കിങ്ഡം? ദൈവരാജ്യത്തിൽ നാം ചെയ്യുന്നതിനെപ്പറ്റി ആ വീക്ഷണം ഒന്ന് കറക്റ്റാക്കാൻ പറ്റുമെങ്കിൽ വലിയ ബ്ലെസ്സിങ് ആണ്, വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മൾ ഏത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഏത് ബിസിനസ്സിലും കുഞ്ഞുങ്ങൾ പഠിക്കുന്നവർ. US ഒരു ഡോക്ടറിനോട് ഒരാളിങ്ങനെ ചോദിച്ചു, അതായത് താങ്കൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഇവാഞ്ചലിസ്റ്റാണ്. ഐ എം എൻ ഇവാഞ്ചലിസ്റ്റ്, ബട്ട് ഐ പേ മൈ ബിൽസ് ബൈ വർക്കിംഗ് ആസ് എ ഹാർട്ട് സർജൻ. ഞാനൊരു ഇവാഞ്ചലിസ്റ്റാണ്, പക്ഷേ എനിക്ക് കുടുംബത്തെ പോറ്റേണ്ടത് കൊണ്ട് ഞാനൊരു സർജനായിട്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഇത് നേരെ അങ്ങ് തിരിക്കും. ഞാനൊരു സർജനാണ്, എനിക്ക് ഒരു ദിവസം 10 ഇവിടെ ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടെന്നറിയാം, എനിക്ക് മെഡിസിൻ ഫീൽഡിലുള്ളവരെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ പറയും ഞാൻ വളരെ തിരക്കാണ്, പിന്നെ ആഴ്ച അവസാനം ഞാൻ ചില കാര്യങ്ങളൊക്കെ കർത്താവിനോട് ചെയ്യും. നമ്മൾ നേരെ അങ്ങ് തിരിച്ചു. നമ്മുടെ കാഴ്ചപ്പാടെന്താ? ഇനിയും പാസ്റ്ററെ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല, ഞാനൊരു ഹൗസ് വൈഫാണ്, ഞാനൊരു വീട്ടമ്മയാണ്, അല്ലെ എനിക്ക് ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല. പ്രാർത്ഥിക്കാമല്ലോ.
പ്രേയർ ഈസ് പവർ. പ്രാർത്ഥന ശക്തിയാണ്. സുസാന വെസ്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റി കേട്ടിട്ടുണ്ടോ? 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ. 19 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ 9 പേരും കുഞ്ഞിലെ തന്നെ മരിച്ചു. ബാക്കി 10 പേർക്കും ഭയങ്കര ബിസി ആയതുകൊണ്ട് അടുക്കളയിൽ ഏപ്രൺ തലയുടെ മണ്ടക്കൂടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവസാനം പ്രാർത്ഥനയുടെ ഫലമായി തൻ്റെ ആൺമക്കളിലെ 2 പേരാണ് പിന്നീട് ലോകം അറിയപ്പെട്ട വലിയ ഇവാഞ്ചലിസ്റ്റുകളായി മാറിയ ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും. പ്രാർത്ഥിക്കാവോ? ഇനിയും എനിക്കിപ്പം ഇവിടുത്തെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സില്ല പാസ്റ്ററെ, കുഴപ്പമില്ല. ഇറാന് വേണ്ടി പ്രാർത്ഥിക്കാവോ? റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥനയ്ക്കാണോ ടോപ്പിക്കിന് കുറവ്? നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്തു തരാം. പ്രാർത്ഥനയ്ക്ക് ഒരു ടോപ്പിക്കിന് ഷോർട്ടേജ് ഇല്ല. പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. പ്രാർത്ഥിക്കാമോ? വിശ്വസ്തരായിരിക്കാമോ? മൾട്ടിപ്ലൈ ചെയ്യാമോ? ഗുണനം ചെയ്യാമോ? തീരുമാനമെടുക്കാവോ? എത്ര പേർ തീരുമാനിക്കും? കണ്ണുകളെ അടയ്ക്കാം. ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ തുടർന്നും നമ്മുടെ ആത്മീക വേലയിൽ, ഈ ജീവിതത്തിലും ശുശ്രൂഷയിലും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾ, താലന്തുകൾ, അവസരങ്ങൾ, നന്മകൾ, ആരോഗ്യം, സമ്പത്തോ എന്തെല്ലാമുണ്ടോ അതിനെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ദൈവത്തിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാൻ, ഗുണനം ചെയ്യുവാൻ, വർദ്ധിപ്പിക്കുവാൻ, മൾട്ടിപ്ലൈ ചെയ്യുവാൻ ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തിൻ്റെ അഭിഷേകത്തിനോട് വേണ്ടി ഒന്ന് ചോദിക്കാമോ? കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. 1 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത്യുത്തമമാണ്. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ സമയം വചനമെല്ലാം കേട്ട് അടച്ചു വെച്ച് ചാരിയിരിക്കുക എന്നുള്ളതല്ല, ഒന്ന് സമർപ്പിക്കാമോ? യു ആർ നോട്ട് ടു ഓൾഡ് ടു ബി നോട്ട് യൂസ്ഡ് ബൈ ഗോഡ്. ആരും ഏജ് ഓവറായി പോയിട്ടില്ല. ഒരു വർധനവിനെ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ, ദാസീത, അടിയനിത, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരോട്, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരോട്, ഈ സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവരും ഇത് കേൾക്കുന്ന എല്ലാവരും വർധനവ്, മൾട്ടിപ്ലിക്കേഷൻ. ലെറ്റ് ദാറ്റ് തോട്ട് ഫിൽ യുവർ ഹാർട്ട്. I need to multiply what God has given me. I cannot be lazy. I don't want to hear from God, lazy and wicked servant. ദുഷ്ടനും മടിയനും എന്ന് എനിക്ക് കേൾക്കണ്ട, വിശ്വസ്തനാന്ന് എനിക്ക് കേൾക്കണം. കാരണം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ 1-നെ 2 ആക്കി, അത്രയെങ്കിലും 1-നെ 2 ആക്കി. ഒന്ന് പ്രാർത്ഥിക്കുക. കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കൈക്കൊള്ളും. ജീസസ്. പ്രാർത്ഥിച്ചൊന്ന് സമർപ്പിച്ചേ.